നല്ല ഒരു റെസ്യൂമെ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? പാർട്ട് 2. പലപ്പോഴും ഒരു കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയിലെ പ്രൊഫൈലുമായിട്ട് നമ്മുടെ പ്രൊഫൈൽ മാച്ചിങ് ആവണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഇയേഴ്സ് നമുക്കൊരല്പം കുറവായിരിക്കാം. ചിലപ്പോൾ ക്വാളിഫിക്കേഷൻസിൽ ചെറിയ വ്യത്യാസമായിരിക്കാം, സ്കിൽസിൽ ചില വ്യത്യാസമായിരിക്കാം, അവരാവശ്യപ്പെടുന്ന ടൂൾസിലോ മറ്റും നമുക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. എന്നാൽ പോലും ഒരു നല്ല റെസ്യൂമെ, വളരെ പ്രോപ്പർ ആൻഡ് പ്രൊഫഷണലായിട്ട് തയ്യാറാക്കിയുള്ള റെസ്യൂമെയാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. കാരണം മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്യൂമേസിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ മോശം തന്നെയാണ്. അപ്പോൾ ഒരാൾ വൃത്തിയായിട്ടൊരു റെസ്യൂമെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് എന്നുള്ളതാണ്. വളരെ കമ്മിറ്റഡാണ്, പ്രൊഫഷണലാണ്, ഒരു ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് ഒരു റിക്രൂട്ടറിലേക്ക് കൺവേ ചെയ്യപ്പെടും. സോ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി മാച്ചിങ് അല്ലെങ്കിൽ പോലും ഇയാളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കാം. കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു തോന്നൽ റിക്രൂട്ടർക്ക് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ്ലി മാച്ചിങ് അല്ലെങ്കിൽ പോലും വളരെ നല്ലൊരു റെസ്യൂമെയാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. താങ്ക് യു.